എല്ലാവർക്കും നമസ്കാരം. കാർ ഇൻഫോ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പച്ചിലകളും വാഹനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പണ്ട് ഒട്ടേറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. കുറച്ചു പേർക്കേലും ഒരുപക്ഷെ അതെന്താണെന്നൊക്കെ അറിയാം. പക്ഷെ ഇന്നും വാഹന ഉപയോക്താക്കൾ തുടർന്നു വരുന്ന ഒരു പച്ചില പ്രയോഗമുണ്ട്. എന്താണെന്ന് അറിയാമോ? മറ്റൊന്നുമല്ല പറഞ്ഞു വരുന്നത്, ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയി വഴിയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ റോഡ് സൈഡിലുള്ള കമ്മ്യൂണിസ്റ്റ് പച്ച റെഡിയായി നിൽക്കും. എന്നെ പൊട്ടിച്ചോളൂ, റോഡിൽ കൊണ്ടുപോയി വണ്ടിയിൽ തൂക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ റോഡിൽ വെതറിക്കോളൂ എന്നുള്ള അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പച്ച ലഭിച്ചില്ലെങ്കിൽ മറ്റു പച്ചിലകൾ തൂപ്പായിട്ട് ഉപയോഗിച്ച് ഈ ഒരു ആചാരം നടത്തി വരുന്നു. നമ്മളെല്ലാവരും ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഇതാണോ ശരിയായ മാർഗം? ഇരുചക്ര വാഹനമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതുക്കെ തള്ളി നമുക്ക് സൈഡാക്കാം, ഡ്രൈവർക്ക് തന്നെ സൈഡാക്കി റോഡിൽ നിന്നും മാറ്റിയിടാൻ സാധിക്കും. മറ്റു വാഹനങ്ങളിൽ ഇത് സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പച്ചില പ്രയോഗം നമ്മൾ നടത്തുന്നത്. എന്നാൽ നിർമ്മാതാക്കൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ വാഹനം വാങ്ങുന്നതിനോടൊപ്പം തന്നെ ഒരു ട്രയാങ്കിൾ നമുക്ക് തരുന്നുണ്ട്, ഒരു റിഫ്ലക്ടർ ട്രയാങ്കിൾ. എല്ലാ വാഹനത്തിലും ഉണ്ടാവും അത്. പലരും ഇതെന്തിനോ തന്നിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞൊക്കെ മാറ്റിയിട്ടിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ നമുക്കത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇത് വാഹനത്തിൻ്റെ നിന്നും കുറച്ച് ബാക്കിലായിട്ട് നമ്മൾ ഇടതുവശം ചേർന്നാണ് വാഹനം റോഡിൽ കിടക്കുന്നതെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. വാഹനത്തിൻ്റെ ബാക്കിൽ, കാരണം ഇടതുവശത്തുകൂടിയാണ് മറ്റു വാഹനങ്ങൾ വരുന്നുണ്ടാവുക. ആ സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ബാക്കിൽ മറ്റു വാഹനങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്ന രീതിയിൽ നിശ്ചിത അകലത്തിൽ ഈ ട്രയാങ്കിൾ, വാർണിംഗ് ട്രയാങ്കിൾ നമ്മൾ സ്ഥാപിക്കേണ്ടതാണ്. റോഡിൻ്റെ സൈഡിലല്ല സ്ഥാപിക്കേണ്ടത്. നമ്മുടെ വാഹനം ഇവിടെയാണ് കിടക്കുന്നതെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ഒരു ഏകദേശം 50 മീറ്ററോളം ബാക്കിലേക്ക് മാറ്റി വേണം സ്ഥാപിക്കാനായിട്ട്. അല്ലാണ്ട് റോഡിൻ്റെ സൈഡിൽ സ്ഥാപിച്ച ആരും ഇത് കാണില്ല. റോഡിൻ്റെ നമ്മുടെ വാഹനം കിടക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആണെങ്കിൽ ഇവിടെ നിന്നും കൃത്യമായിട്ടുള്ള ലൈനിൽ അത് വെക്കേണ്ടതാണ്. കാറ്റത്ത് പറന്നു പോകുന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ റോഡ് സൈഡിലുള്ളൊരു കല്ലെടുത്ത് അതിൻ്റെ മുകളിൽ, സ്റ്റാൻഡിൻ്റെ മുകളിൽ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് കാണുന്ന സമയത്ത് ഇനി നമ്മൾ വാഹനമായിട്ട് നമ്മൾ പോകുന്നു, നമ്മൾ ഇത്തരമൊരു ട്രയാങ്കിൾ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വാഹനം അവിടെ വഴിയിൽ കേടുവന്ന് കിടക്കുന്നുണ്ട്. പിന്നെ റോഡിൻ്റെ മധ്യത്തിലാണ് കിടക്കുന്നതെങ്കിൽ വാഹനത്തിൻ്റെ മധ്യത്തിൽ തന്നെ നമ്മളിത് സൂക്ഷിക്കുക. അതായത് 6 ലൈൻ ട്രാക്കിലേക്കാണ്, നടുക്കിലത്തെ ട്രാക്കിലാണ് കേടുവന്ന് കിടക്കുന്നതെങ്കിൽ നമുക്കിത് ഏകദേശം വാഹനത്തിൻ്റെ സെൻറ്റർ കാണാവുന്ന രീതിയിൽ വെക്കാവുന്നതാണ്. മറ്റൊന്നുമല്ല, 6 ലൈൻ ട്രാക്കിൽ നല്ല വിസിബിലിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണത് പറയുന്നത്. ഇനി നമ്മൾ റോഡിൻ്റെ വലതുവശത്താണ് പാർക്ക് ചെയ്തതെങ്കിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ വാഹനത്തിൻ്റെ മുന്നിലാണത് വെക്കേണ്ടത്. മറ്റൊന്നുമല്ല, മറ്റൊരു വാഹനം നമ്മുടെ വാഹനത്തിൽ വന്ന് ഇടിച്ച് മറ്റൊരു അപകടം സംഭവിക്കാതെ കണ്ടിരിക്കാനാണ് ഈ സൂചനാ സാമഗ്രി നമ്മൾ റോഡിൽ വെക്കുന്നത്. ഇതിൻ്റെ ശരിയായ മാർഗമാണ് പറഞ്ഞത്. പലരും തൽക്കാലത്തേക്ക് പച്ചില പ്രയോഗം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ആ ചേട്ടന്മാരുടെ അടുത്ത് ഇത് പറയുന്ന ഇങ്ങനെയും ഒരു മാർഗമുണ്ട്. നിങ്ങളുടെ അറിവില്ലായ്മ ആവില്ല, ഒരു പക്ഷേ ഈ ട്രയാങ്കിൾ നശിച്ചു പോയതുകൊണ്ടാവാം. അല്ല, പക്ഷേ ചിലരെങ്കിലും വാഹനത്തിലതുകൊണ്ട് ഇത് എന്തിനാണെന്ന് അറിയാതെ കൊണ്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി.